എന്താ ഇവിടെ പരിപാടി? ഒന്നുമില്ലേ? രണ്ടും അനങ്ങാതിരി ഇവിടെ, അനങ്ങരുത്. അനങ്ങി മണി മണി. ആ വന്നാ നിങ്ങൾ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് മണി മണി തന്നെ വിളിച്ചോണ്ടിരിക്കണത്? നീ എവിടെ പോയി കിടക്കായിരുന്നു? കുടുംബക്ഷേത്രത്തിൽ താലപ്പൊലി എടുക്കാൻ പോയാ? സന്ധ്യക്ക് മുന്നേ ഓരോ പണി തീർക്കാനായിട്ട് ഇവിടെ മനുഷ്യൻ കഷ്ടപ്പെട്ടോണ്ടിരിക്കുമ്പോ നീ ഇവിടെ നടക്കുന്ന കാര്യമൊന്നും കണ്ടില്ലേ? അതൊക്കെ നേരത്തെ കണ്ടതാ. എന്നിട്ടാണ് ഇങ്ങനെ ഇവരെ നിലക്ക് നിർത്താൻ നിനക്ക് വയ്യേ? നീ ഇവരെ തള്ളയല്ലേ? അതാണ് ഇപ്പൊ വലിയ മാനക്കേടായി പോയിരിക്കണത്. മണി, കൊച്ചു പിള്ളേരല്ല, പെൺകുട്ടികളാണ്. അപ്പുറത്തിപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട്. നാണക്കേടാണ്. അല്ല, കൊച്ചു പിള്ളേരല്ല, വലിയ പിള്ളേരായി. കൊച്ചു പിള്ളേരാണെങ്കിൽ വല്ല അടിയും കൊടുത്തോ അല്ലെങ്കിൽ കാര്യം പറഞ്ഞോ മനസ്സിലാക്കിക്കായിരുന്നു. എല്ലാത്തിന്റെ നാട്ടിന് 4 മുഴം നീളമാണ്. തെരുവ് പിള്ളേർക്ക് ഇതിനേക്കാളും മാന്യതയുണ്ട്. ഓഫീസിൽ വിട്ടു കഴിഞ്ഞാൽ ഒരു സമാധാനവും ഇല്ല. ഓഫീസിലാണെങ്കിൽ 100 കൂട്ടം പ്രശ്നങ്ങളാണ്. ഇതിനൊന്നും ആഹാരം കൊടുക്കാൻ പാടില്ല. എനിക്ക് ദേഷ്യം വരുന്ന ഒരു ദിവസം ഞാൻ ഈ വീട് കത്തിക്കും. ഞാൻ കുളിക്കാൻ പോണേ. ഞാൻ ഇവിടെ കത്തിയിരിക്കുമ്പോഴാണ് നീ കുളിക്കാൻ പോണ്ടത്. ഇതിനെയൊക്കെ ഇങ്ങനെ വളർത്താൻ പറ്റൂല. നാളെ വേറെ വീട്ടുകാർക്ക് ചെല്ലേണ്ടതാണ്. അവിടെ ചെല്ലുമ്പോ ഇതിന്റെയൊക്കെ പെരുമാറ്റം കാണുമ്പോ അവര് പറയും വളർത്തു ദോഷമെന്ന്. തന്തയും തള്ളയെ കുറ്റപ്പെടുത്തും. രണ്ടിന്റെ മോന്ത കണ്ടില്ലേ? അതെ, ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത്. ഞാൻ എന്തിനു വേണം? ഇതിനൊക്കെ വേണ്ടി കഷ്ടപ്പെടുന്നത് വെറുതെ. മതി നിർത്ത്. ആ, ഒരു അവസരം കിട്ടിയ തട്ടി കേറിക്കൊള്ളണം. അല്ലേലും കുറ്റം പറയാ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അച്ഛൻ അത് പാഴാക്കൂല. ഇപ്പൊ കുറ്റമല്ല എന്റെ അധ്വാനത്തിന്റെ ഫലമാണ് നിന്റെയൊക്കെ തടിമിടുക്കും പഠിത്തവും ഒക്കെ. എന്റെ ഇഷ്ടവും രീതി അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നവർ ഇവിടെ ജീവിച്ചാൽ മതി. എന്നെ അനുസരിക്കാൻ പറ്റില്ലെങ്കിൽ എല്ലാവരും ഇറങ്ങി പോയി വിടുന്നു. ലോകത്തുള്ള എല്ലാ അച്ഛനമ്മമാരും കഷ്ടപ്പെട്ട് തന്നെയാണ് മക്കളെ വളർത്തുന്നത്. അത് അച്ഛനമ്മമാരുടെ കടമയാണ്. അല്ലേലും അച്ഛൻ ഈ കടമയിൽ കണക്ക് പറയാൻ ആളാണ്. നമ്മൾ വലുതായപ്പോഴത്തേക്കും പൈസ ചെലവാക്കുന്നു എന്നുള്ള ആദ്യം. അച്ഛന് പറ്റൂല്ലെങ്കിൽ അച്ഛൻ ഇറങ്ങി പോണം. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. മണി പറഞ്ഞാട്ടോ, ഞാൻ ഇറങ്ങിപ്പോയി. ഇങ്ങനെ ബഹളം വെക്കുന്നേക്കാളും ഭേദം ഇറങ്ങി പോണോ തന്നെ. ഇങ്ങോട്ട് പോണു. ഓഹോ, ഇപ്പൊ നിങ്ങൾ 3 ഒന്നിച്ചല്ലേ? ഞാൻ ഇവിടെ നിന്ന് പോണം. എന്നെ ഒഴിവാക്കും, എനിക്കറിയാം. 24 മണിക്കൂറും നിങ്ങളെന്നുള്ള വിചാരത്തിൽ ജീവിക്കുകയാണ് ഞാൻ. എന്റെ വീട്ടിൽ പോലും പോകാതെ, എന്റെ അമ്മയെ പോലും കാണാതെ ഞാൻ ജീവിക്കുന്നത്. അതിനുള്ള ദൈവശിക്ഷയാണിത്. കിട്ടുന്ന പൈസക്ക് കുടിച്ചും തിന്നും കുടുംബകാലം ഉണ്ടാക്കി നടന്നിലേക്ക് നീയൊക്കെ എന്നെ അംഗീകരിക്കുവായിരുന്നു. മക്കളെ, മണി കണ്ട, ഞാൻ കരഞ്ഞപ്പോ ചിരിക്കലണ്ട. സത്യം പറയാലോ, നിങ്ങളുടെ കരച്ചില് കണ്ടു കഴിഞ്ഞാൽ ആർക്കെന്തായാലും കരച്ചില്ല ചിരി വരും. എല്ലാരും ചിരിക്കണല്ലേ? നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോ ചിരിക്കണല്ലേ നിങ്ങള്? അച്ഛ ചുമ്മാ പറഞ്ഞാ അച്ഛ ചുമ്മാ പറഞ്ഞാ ചുമ്മാ പറഞ്ഞ ചിരിക്കച്ചാ അയ്യോ അച്ഛൻ കരയണ. ഞാനും അതെ